എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സാമാന്തരികത്തിന്റെ രണ്ട് വശങ്ങളും അവയ്ക്കിടയിലുള്ള കോണ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സാമാന്തരികം വരയ്ക്കുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി ഇതിന്റെ വികരണങ്ങൾ, അതായത് ഡയഗണൽസ്. അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞതാണ് അല്ലേ, ഈ ഡയഗണൽസ് എന്ത് ചെയ്യും, അത് ബൈസെക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലേ. അതായത് അവ സമഭാഗം ചെയ്യും. അതായത് ഇവിടെ നോക്കിയാൽ സമഭാഗം ചെയ്യുന്നു പറഞ്ഞാൽ മുമ്പ് പറഞ്ഞതാണ് ഈ രണ്ട് ഡയഗണൽസ് അല്ലേ, ഇതാണ് രണ്ട് ഡയഗണൽസ്. അപ്പൊ ഇങ്ങനെ കൂട്ടിമുട്ടുന്നു. അപ്പൊ ഈ ലെങ്ത്തും തുല്യമായിരിക്കും. അതുപോലെ തന്നെ ഈ ലെങ്ത്തും തുല്യമായിരിക്കും അല്ലെ. ഇതൊന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ അത് നമുക്ക് എങ്ങനെ പറ്റും? ഇപ്പൊ നമുക്ക് ആദ്യം വേണമെങ്കിൽ നമുക്ക് ഇതിനൊരു പേര് കൊടുക്കും. എ ബി സി ഡി എന്ന് പേര് കൊടുത്തു. ഇനി ഈ ഡയഗണൽസ് കൂട്ടിമുട്ടുന്ന പോലെ നമുക്കൊരു ഓ എന്ന് കൊടുക്കാം. ഓ. ഇനി ഈ ഡയഗണൽസ് സമഭാഗം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ എ ഒ എന്നതും ഒ സി എന്ന് പറയുന്നതും തുല്യമായിരിക്കും അല്ലെ. അപ്പൊ ഈ രണ്ട് ഡിസ്റ്റൻസും തുല്യമായിരിക്കും, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും, അതുപോലെ തന്നെ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും അല്ലെ. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്, ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതിനുള്ള എളുപ്പപ്പണി എന്താണ്? നമുക്ക് നോക്കിയാൽ ഈ രണ്ട് ട്രയാങ്കിളും കൂടെ എടുക്കുക. ആദ്യം നോക്കിയാൽ ട്രയാങ്കിൾ എ ഒ ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിളും ട്രയാങ്കിൾ ബി ഒ സി എന്ന് പറഞ്ഞ ട്രയാങ്കിളും, ഈ രണ്ട് ട്രയാങ്കിൾ അല്ലെ. നോക്കിയാൽ കൺസിഡർ ട്രയാങ്കിൾ ഏതാണ്? എ ഒ ഡി ആൻഡ് ട്രയാങ്കിൾ ബി ഒ സി. അതായത് ഈ രണ്ട് ട്രയാങ്കിളുകളും പരിഗണിക്കുക. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളും നോക്കിയാൽ നമുക്കറിയാം എ ഡിയും ബി സിയും തുല്യമായിരിക്കും അല്ലെ. എ ഡി സീക്വൽ ടു ബി സി. എ ഡിയും ബി സിയും തുല്യമായിരിക്കും. എന്താണ് അതിന് കാരണം? ഇത് രണ്ടെന്താണ്? ഓപ്പോസിറ്റ് സൈഡുകളാണ് അല്ലെ. അതായത് ഒരു പാരലോഗ്രാമിന്റെ, ഒരു സമാന്തരികത്തിന്റെ ഓപ്പോസിറ്റ് സൈഡുകളാണ്. അപ്പൊ അവ രണ്ടെന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും നമുക്കറിയാം അല്ലെ. അതായത് ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം, അതായത് ഒരു സമാന്തരികത്തിന്റെ എതിർവശങ്ങളാണ് ഇവ രണ്ടും. അതുകൊണ്ട് അവ രണ്ടും തുല്യമായിരിക്കും. ഇനി നോക്കിയേ, ഈ ആംഗിൾ അതുപോലെ തന്നെ ഈ ആംഗിളും ഇത് രണ്ടും തുല്യമായിരിക്കും. എന്താണ് കാരണം? നമുക്കറിയാം ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ് അല്ലേ. ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ്. അതിനെ നമ്മൾ നോക്കിയാൽ ഇങ്ങനെ ഒരു വര കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ ഇത് രണ്ടും പാരലൽ ലൈനുകളാണ് അല്ലേ. അപ്പൊ നോക്കി ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിളും ഇവിടെ പറഞ്ഞ അതേപോലെ തന്നെ അല്ലെ, ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ ഒ എ ഡി അല്ലെ. ആംഗിൾ ഒ എ ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ സി ബി. അതുപോലെ തന്നെ നോക്കിയാൽ ഈ ട്രയാങ്കിളിലെ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും അല്ലെ. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. എന്താണ് കാരണം? ഇതേ കാരണം തന്നെയാണ് അല്ലെ. ഇത് നോക്കിയാൽ രണ്ട് പാരലൽ ലൈനുകൾ ഒരു വര ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇവിടെ പറഞ്ഞതേപോലെ തന്നെ അല്ലെ. അപ്പൊ നമുക്ക് അതും കൂടി എഴുതാം. ആംഗിൾ എ ഡി ഒ സീക്വൽ ടു ആംഗിൾ സി ബി ഒ അല്ലെ. എ ഡി ഒ എന്ന് പറഞ്ഞ ആംഗിളും സി ബി ഒ എന്ന് പറഞ്ഞ ആംഗിളും ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ നോക്കിയാൽ രണ്ട് ട്രയാങ്കിളിലെ ഈ വശവും ഈക്വല്, ഈ വശത്തിന്മേലുള്ള ഈ രണ്ട് ആംഗിളും അല്ലെ, ഇതുമേലുള്ള രണ്ട് ആംഗിളിനോടും ഈക്വൽ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾ എന്തായിരിക്കും? ഈക്വൽ ട്രയാങ്കിൾ ആയിരിക്കും അല്ലെ. അതായത് തുല്യ ത്രികോണങ്ങളായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ട്രയാങ്കിൾ അല്ലെ, ഈ ട്രയാങ്കിൾ എ ഒ ഡിയും നമ്മൾ പറഞ്ഞ രണ്ട് ട്രയാങ്കിൾ ആൻഡ് ട്രയാങ്കിൾ ബി ഒ സി അല്ലെ, ഇത് രണ്ടും എന്താണ്? ആർ ഈക്വൽ ട്രയാങ്കിൾസ്. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണെങ്കിൽ അവയുടെ തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലെ. ഇപ്പൊ നോക്കിയാൽ ഈ കോണും തുല്യമാണ്. അപ്പൊ ഇതിന് ഓപ്പോസിറ്റുള്ള ഈ വശവും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതായത് ബി ഒയും ഡി ഒയും തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? therefore എന്തെല്ലാം? ബി ഒ സീക്വൽ ടു ഡി ഒ അല്ലെ. ഇത് രണ്ടും തുല്യമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്ത് എഴുതാം? ഈ കോണിന്റെ ഓപ്പോസിറ്റുള്ള വശം ഇതാണ്, അതേ അളവ് തന്നെയാണ് ഇവിടെ ഉള്ളത് അല്ലെ. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റുള്ള വശം ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കും? ഇത് രണ്ടും തുല്യമായിരിക്കും. എ ഒ ഈക്വൽ ടു സി ഒ. മനസ്സിലായല്ലോ? അപ്പൊ ഇത് രണ്ടും
തുല്യമാണ്. അപ്പോൾ ഇതും തുല്യമായിരിക്കും, ഇതും തുല്യമായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഒരു പാരലോഗ്രാമിന്റെ ഡയഗണൽസ് എന്ത് ചെയ്യും, ബൈസെക്ട് ചെയ്യും അല്ലേ, തുല്യമായിട്ടായിരിക്കും അവ ഭാഗിക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് റീസൺ എഴുതാം അല്ലേ, ഈ ആംഗിളുകൾ തുല്യമാവാൻ എന്താണ് റീസൺ, അത് എന്ത് ആംഗിളുകളാണ്, ആൾട്ടർനേറ്റ് ആംഗിളുകളാണ് അല്ലേ. അപ്പോൾ ആൾട്ടർനേറ്റ് ആംഗിൾസ്, അതായത് മറുകോൺ അല്ലേ, മറുകോൺ. അപ്പോൾ മറുകോണുകളാണ് ഇത് രണ്ടും. ഇനി നമുക്കതിനെ തിരിച്ചു പറയുകയാണെങ്കിലോ, അതായത് ഒരു ചതുർഭുജം, ആ ചതുർഭുജത്തിലെ വികർണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും, അതൊരു സാമാന്തരികമായിരിക്കും. അതായത് ഒരു ക്വാഡ്രിലേറ്ററിന്റെ ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, ആ ക്വാഡ്രിലേറ്റർ എന്തായിരിക്കും, ഒരു പാരലോഗ്രാം ആയിരിക്കും. ഇനി ഇതൊരു സമഭുജ സാമാന്തരികമാണെങ്കിലോ, സമഭുജ സാമാന്തരികം എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, 4 വശങ്ങളും തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇത് ബൈസെക്ട് ചെയ്യും അല്ലെ, ബൈസെക്ട് ചെയ്യുക മാത്രമല്ല എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും അല്ലെ, ലംബ സമഭാജികളായിരിക്കും. അപ്പോൾ ലംബ സമഭാജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ ആംഗിൾ എപ്പോഴും എന്തായിരിക്കും, ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടുത്തെ ആംഗിൾ വ്യത്യാസം വരും അല്ലേ, ഏത് ആംഗിൾ വേണമെങ്കിലും ആവാം. പക്ഷെ ഇവിടെയാണെങ്കിലോ ഒരു സമഭുജ സാമാന്തരികമാണെങ്കിൽ അതിൻ്റെ വികർണങ്ങൾ അല്ലെങ്കിൽ ഡയഗണൽസ് എന്ത് ചെയ്യും, അത് ലംബ സമഭാജികളായിരിക്കും. മനസ്സിലായല്ലോ, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും. അപ്പം ഇനി നമ്മൾ നേരത്തെ ചെയ്ത് നോക്കിയേ, കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് നമുക്ക് ഈ 2 വശങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ അല്ലെ, 2 വശങ്ങളും അതിനിടയിലുള്ള ആംഗിളും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് വരച്ചു, നാം ഒരു സമാന്തരികം വരച്ചു അല്ലെ. ഇനി നമുക്ക് നോക്കിയാൽ ഈ 2 വികരണങ്ങളുടെ നീളം തന്നെന്ന് വിചാരിക്കുക, 2 വികരണങ്ങളുടെ നീളം തന്നു, അവയ്ക്കിടയിലുള്ള കോണും തന്നു എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും, നമുക്കൊരു സമാന്തരികം വരയ്ക്കാൻ പറ്റും. അപ്പൊ നമുക്ക് വശങ്ങളുടെ നീളം തന്നെ വേണമെന്നില്ല, 2 ഡയഗണൽസിന്റെ നീളം തരിക, അതിനിടയിലുള്ള ആംഗിളും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പാരലോഗ്രാം വരയ്ക്കാൻ പറ്റും. അപ്പൊ നമുക്കിത് വരയ്ക്കാൻ പറ്റും എന്ന് പറയാൻ കാരണം എന്താണ്, നമുക്കറിയാം ഇവ ബൈസെക്ട് ചെയ്യും അല്ലെ. അതായത് നോക്കിയാൽ ഇപ്പൊ നമുക്ക് ഒരു ഡയഗണൽ തന്നു കഴിഞ്ഞാൽ അതിന്റെ മിഡ് പോയിന്റ് അല്ലെ, മിഡ് പോയിന്റിൽ കൂടി ആയിരിക്കും മറ്റേ ഡയഗണൽ കടന്നു പോവാ അല്ലെ. കാരണം ഈ 2 എന്തായിരിക്കും, ഇതിന്റെ ഈ 2ഉം നീളവും തുല്യമായിരിക്കും അല്ലെ, ബൈസെക്ട് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ ഒരു ഡയഗണൽ വരയ്ക്കാം, അത് കഴിഞ്ഞിട്ട് അതിന്റെ മിഡ് പോയിന്റ് എടുത്തിട്ട് തന്നിട്ടുള്ള ആംഗിൾ എടുത്തിട്ട് അടുത്ത ഡയഗണൽ വരച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാരലോഗ്രാം നമുക്ക് വരയ്ക്കാൻ പറ്റും. ഉദാഹരണത്തിന് നോക്കിയാൽ ഇപ്പൊ 2 ഡയഗണലിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു 6 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ ഡയഗണലിന്റെ നീളം. ഇനി അവയ്ക്കിടയിലുള്ള ആംഗിൾ ഒരു 50 ഡിഗ്രി. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റാം, നമുക്ക് ആദ്യം നോക്കി 6 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ 6 സെന്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്യാം, 6 സെന്റിമീറ്റർ ലൈൻ വരച്ചു. ഇത് 6 സെന്റിമീറ്റർ, ഇതാണ് നമ്മുടെ ആദ്യത്തെ ഡയഗണൽ. മനസ്സിലായി, ഇത് ഡയഗണലാണ്, ഡയഗണൽ നമ്മൾ ആദ്യം വരച്ചു. ഇനി നോക്കിയ അടുത്ത ഡയഗണൽ 4 സെന്റിമീറ്റർ ആണ് അല്ലെ. അപ്പൊ എന്തറിയാം, നമുക്ക് എന്തറിയാം, ഈ ഡയഗണൽസ് പരസ്പരം സമഭാജികളാണെന്ന് നമുക്കറിയാം അല്ലെ, ബൈസെക്ടേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മിഡ് പോയിന്റ് ഇതിപ്പോ 6 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ 3 സെന്റിമീറ്റർ അല്ലെ, ഇതിന്റെ മിഡിൽ കൂടി അതിന്റെ നടുവിൽ കൂടി ആയിരിക്കും ആര് കടന്നു പോവാ, ഈ രണ്ടാമത്തെ ഡയഗണലിൽ കടന്നു പോവാ. അപ്പൊ ആ ആംഗിൾ നമുക്ക് എന്നിട്ടുണ്ട് എത്ര ഡിഗ്രിയാണ്, 50 ഡിഗ്രിയാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഈ 6 സെന്റിമീറ്റർ വരച്ചു, അതിന്റെ മിഡ് പോയിന്റ് അതായത് 3 സെന്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്ത് വേണം, 50 ഡിഗ്രി അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് 50 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്യാം. മനസ്സിലായല്ലോ. അപ്പൊ 50 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്തിട്ട് 50 ഡിഗ്രി ഞാൻ ഇങ്ങനെ വരച്ചു. ഓക്കെ, അപ്പൊ ഇങ്ങോട്ട് നീട്ടി വരയ്ക്കാം, ഇങ്ങോട്ട് അടുക്കിണ്ട് ഇറക്കി വരയ്ക്കാം ഈ വര. ഇനി ഇതിന്റെ നീളം എത്രയാണ്, 4 സെന്റിമീറ്റർ ആണ് അല്ലെ, ഡയഗണലിന്റെ നീളം 4 സെന്റിമീറ്റർ. അപ്പം നോക്കിയാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 സെന്റിമീറ്റർ, ഇവിടെ നിന്ന് ഇങ്ങോട്ടും 2 സെന്റിമീറ്റർ. മനസ്സിലായില്ലേ, ഡയഗണലിന്റെ നീളം മൊത്തം 4 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ 2 ഇങ്ങോട്ട് കൊടുക്കുക, 2 ഇങ്ങോട്ട് കൊടുക്കുക, എന്നിട്ട് ആ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു. ഇപ്പൊ നോക്കിയാൽ ഈ ഡയഗണലിന്റെ 2 അറ്റം നമുക്ക് കിട്ടി, ഈ ഡയഗണലിന്റെ 2 അറ്റം നമുക്ക് കിട്ടി അല്ലെ. ഇനി എന്ത് ചെയ്താൽ മതി, ഇവ തമ്മിൽ ഇങ്ങനെ കൂട്ടി അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പൊ നമ്മൾ ഇവിടെ എത്ര ഡിഗ്രി എടുത്തു, 50 ഡിഗ്രി എടുത്തു അല്ലെ. അപ്പൊ ഇത് 3 സെന്റിമീറ്റർ നമ്മൾ ഇവിടെ എടുത്തു, മൊത്തം 6 എടുത്തു അല്ലെ. അപ്പൊ ഇത് 3 സെന്റിമീറ്റർ, ഇവിടെ എത്ര എടുത്തു, ഇത് 2 സെന്റിമീറ്റർ, ഇവിടെ നിങ്ങോട്ട് 2 സെന്റിമീറ്റർ. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 182 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കിയാൽ, ഡ്രോ എ പാരലോഗ്രാം വിത്ത് ലെങ്ത് ഓഫ് ഡയഗണൽസ് 8 സെന്റിമീറ്റർ ആൻഡ് 6 സെന്റിമീറ്റർ ആൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദം 60 ഡിഗ്രി അല്ലെ. നാം എന്ത് വരയ്ക്കണം, ഒരു പാരലോഗ്രാം വരയ്ക്കണം, അതിന്റെ ഡയഗണൽസ്. അപ്പൊ ചോദ്യം നല്ലവണ്ണം ശ്രദ്ധിക്കുക, ഡയഗണൽസിന്റെ നീളം തന്നിട്ടുണ്ട് 8 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും അല്ലെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് നമുക്കറിയാം, അവിടെ വശങ്ങളുടെ നീളം തന്നു കഴിഞ്ഞാൽ അല്ലെ, വശങ്ങളുടെ നീളം അവയ്ക്കിടയിലെ ആംഗിളും തന്നു കഴിഞ്ഞാൽ വരയ്ക്കലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. ഇവിടെ നോക്കിയാൽ ഡയഗണലിന്റെ നീളമാണ് തന്നിട്ടുള്ളത്, അവയ്ക്കിടയിലുള്ള ആംഗിളും നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ.
ആദ്യം നോക്കി ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ റഫായിട്ട് നമ്മൾ ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. ഡയഗണൽസ് 8 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡയഗണൽ വരയ്ക്കുക. അതൊക്കെ 8 സെന്റിമീറ്റർ. അവിടെ നമ്മൾ റഫായിട്ട് ഫ്രീ ആയിട്ടൊന്ന് വരച്ചു നോക്കാം. അപ്പോൾ ഇത് 8 സെന്റിമീറ്റർ ഒരു ഡയഗണൽ വരച്ചു. ഇനി നമുക്ക് അടുത്ത ഡയഗണൽ 6 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്കറിയാം ഇത് പാരലോഗ്രാം ആണ്. പാരലോഗ്രാം ആണെങ്കിൽ അതിന്റെ ഡയഗണൽസ് എന്ത് ചെയ്യും, ബൈസെക്ട് ചെയ്യും അല്ലേ. അതാണ് ഇവിടുത്തെ പോയിന്റ്. അപ്പോൾ ബൈസെക്ട് ചെയ്യും. അപ്പോൾ അതായത് നമുക്കറിയാം ഇതിന്റെ മിഡ് പോയിന്റ് അല്ലേ, ഇത് 8 സെന്റിമീറ്റർ ആണ്, ഇത് 4 സെന്റിമീറ്റർ എടുക്കാം അല്ലേ. അപ്പോൾ ഇതിലൂടെ ആയിരിക്കും ആര് കടന്നു പോവാ, നമ്മുടെ രണ്ടാമത്തെ ഡയഗണലിൽ പോവാ അല്ലേ. അപ്പോൾ ഈ 6 സെന്റിമീറ്റർ ഡയഗണൽ ഇതിലൂടെയാണ് കടന്നു പോവാ. അപ്പോൾ നമുക്ക് നോക്കി ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം അല്ലേ. പക്ഷെ അത് പറ്റുമോ, പറ്റില്ല. കാരണം എന്താ, അവർ തമ്മിലുള്ള ആംഗിൾ തന്നിട്ടുണ്ട് 60 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ നോക്കിയേ, നമുക്ക് ഇവിടുന്ന് പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇവിടുന്ന് കണ്ട ഇതല്ല ഒരു ലൈൻ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇങ്ങനെ മെഷർ ചെയ്തിട്ട് 60 ഡിഗ്രി നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങോട്ട് വരച്ചു കൊടുക്കാം. ഇതിലൂടെ പോകുന്ന മനസ്സിലായില്ല, ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം, ഇങ്ങോട്ട് ഇറക്കി വരയ്ക്കാം. മനസ്സിലായല്ലോ. ഓക്കെ. ഇനി ഇതിന്റെ നീളം നമുക്ക് എന്നിട്ട് എത്രയാണ്, 6 സെന്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 6 ആകുമ്പോൾ ഇവിടേക്കും 3 ഇവിടേക്കും 3 വേണം അല്ലേ. രണ്ട് ഭാഗത്തും വേണം. അപ്പോൾ ഇവിടെ നമ്മളൊരു 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇവിടെ നമുക്ക് 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടി, ഈ പാരലോഗ്രാം നമുക്ക് കിട്ടി. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്, 60 ഡിഗ്രി. ഓക്കെ. ഇനി നമുക്ക് ശരിക്കും വരയ്ക്കാലോ. ആദ്യം എന്ത് വേണം, 8 സെന്റിമീറ്റർ നമ്മൾ ആദ്യത്തെ ലൈൻ നമ്മൾ വരയ്ക്കുന്നു. നോക്കിയാൽ 8 സെന്റിമീറ്റർ ഞാൻ ആദ്യത്തെ വരച്ചു അല്ലേ. ഇനി എന്ത് വേണം, നമുക്ക് ഇതിന്റെ മിഡ് പോയിന്റ് എടുക്കണം അല്ലേ. അപ്പോൾ 8 സെന്റിമീറ്റർ ആകുമ്പോൾ നമുക്ക് എളുപ്പം അറിയാം എത്ര, 4 സെന്റിമീറ്റർ അല്ലേ. അപ്പോൾ 4 സെന്റിമീറ്റർ നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യാം. ഇത് 4 സെന്റിമീറ്റർ ഞാൻ മാർക്ക് ചെയ്തു. ഇനി ഇതിലൂടെ ആയിരിക്കും ആര് പോവാം, നമ്മുടെ അടുത്ത ഡയഗണലിൽ പോകേണ്ടത് അല്ലേ. അപ്പോൾ അതിന്റെ നീളം നമുക്കറിയാം 6 സെന്റിമീറ്റർ ആണ്, ആംഗിൾ 60 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് കറക്റ്റായിട്ട് 60 ഡിഗ്രി എടുത്തിട്ട് ആ പോയിന്റ് നമ്മളിവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ ഈ മിഡ് പോയിന്റ് കറക്റ്റ് ആയിട്ട് ഇത് കണ്ട, ഈ പോയിന്റ് മിഡ് പോയിന്റിൽ തന്നെ വരണം. ഇനി നമുക്ക് നോക്കിയാൽ 60 ഡിഗ്രി അല്ലേ, 60 ഡിഗ്രി ഇതേ ഞാൻ പോയിന്റോടെ മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം അല്ലേ. അപ്പോൾ യോജിപ്പിക്കുമ്പോൾ നോക്കിയാൽ ഇതിലൂടെ ഇങ്ങോട്ട് വേണം, ഈ അടിയിലേക്കും ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുക. അപ്പോൾ നീട്ടി ഒരു വര അങ്ങോട്ട് കൊടുത്തു. ഓക്കെ. നമുക്ക് നോക്കിയാൽ ഇതിന്റെ നീളം എത്രേ പാടുള്ളൂ, 6 സെന്റിമീറ്റർ പാടുള്ളൂ അല്ലേ. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് 8 സെന്റിമീറ്റർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ നീളം 6 സെന്റിമീറ്റർ പാടുള്ളൂ. അതായത് ഇവിടെ നിന്ന് മൊത്തം 6. അപ്പോൾ ഇവിടെ നിന്ന് 3 സെന്റിമീറ്റർ, ഇവിടെ നിന്ന് 3 സെന്റിമീറ്റർ അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, 3 സെന്റിമീറ്റർ കൃത്യമായിട്ട് അളന്നിട്ട് പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ. ഇവിടെ നോക്കിയാൽ ഞാൻ ഇവിടെ നിന്ന് 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. ഓക്കെ ആണല്ലോ. ഇപ്പൊ നമുക്ക് നോക്കിയാൽ നമ്മുടെ ഈ പാരലോഗ്രാമിന്റെ 4 മൂലകൾ നമുക്ക് കിട്ടി അല്ലേ. 1 2 3 4. ഇനി ഇവ തമ്മിലും ഇങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി അതുപോലെ ഈ പോയിന്റ് അല്ലേ, ഇവ തമ്മിലും യോജിപ്പിച്ച് കൊടുക്കുക. ഇതാണ് നമ്മുടെ പാരലോഗ്രാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മൊത്തം 8 സെന്റിമീറ്റർ അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം, ഇവിടെ 4 സെന്റിമീറ്റർ അല്ലേ, ഇത് 4 സെന്റിമീറ്റർ, മൊത്തം 8 സെന്റിമീറ്റർ അല്ലേ. ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ 3 സെന്റിമീറ്റർ, ഇവിടെ ഇങ്ങോട്ട് 3 സെന്റിമീറ്റർ അല്ലേ. അപ്പോൾ ഈ ഡയഗണലിൽ എത്രയായി, 6 സെന്റിമീറ്റർ അല്ലേ. ഇനി ആംഗിൾ 60, ഈ ആംഗിൾ നമ്മൾ 60 ഡിഗ്രി എടുത്തു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. പ്രൂവ് ദാറ്റ് ഇൻ എനി പാരലോഗ്രാം ദി ലൈൻ ജോയിനിങ് ദി മിഡ് പോയിന്റ്സ് ഓഫ് 2 ഓപ്പോസിറ്റ് സൈഡ്സ് ഈസ് പാരലൽ ടു ദി അതർ 2 സൈഡ്സ് അല്ലേ. അതായത് നോക്കിയാൽ 2 പാരലോഗ്രാമിന്റെ ചിത്രങ്ങൾ നമ്മൾ തന്നിട്ടുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഈ സമാന്തരികത്തിലെ എതിർവശങ്ങളുടെ മിഡ് പോയിന്റ്, അതിപ്പോൾ നോക്കിയാൽ ഇത് 2 എതിർവശങ്ങളാണ് അല്ലേ. അതിന്റെ മിഡ് പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കിട്ടുന്ന ആ ലൈൻ മറ്റ് 2 വശങ്ങൾക്ക് പാരലായിരിക്കും. ഇത് 2 എതിർവശങ്ങൾ അതിന്റെ മിഡ് പോയിന്റുകൾ യോജിപ്പിച്ചൊരു വര വരച്ചു കഴിഞ്ഞാൽ ആ വര ഇതിനും പാരലായിരിക്കും. അതുപോലെ ഇവിടെ നോക്കിയാൽ ഈ 2 എതിർവശങ്ങൾ അല്ലേ, അതിന്റെ മിഡ് പോയിന്റുകൾ എടുത്തു, അവ തമ്മിൽ ഒരു വര വരച്ചു കഴിഞ്ഞാൽ യോജിപ്പിച്ചു കഴിഞ്ഞാൽ അതെന്തിന് പാരലായിരിക്കും, മറ്റേ 2 വശങ്ങൾക്ക് പാരലായിരിക്കും. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആദ്യം നമുക്കൊരു പണി ചെയ്യാം, ആദ്യം പേര് കൊടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് A B C D എന്ന് പേര് കൊടുത്തു ആദ്യത്തേതിന്. ഇനി നമുക്ക് ഈ പോയിന്റ് പി എന്ന് കൊടുത്തു, ഈ പോയിന്റ് നമുക്ക് ക്യൂ എന്ന് കൊടുത്തു. ഇനി നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, ഈ പി ക്യൂ എന്ന് പറഞ്ഞത് എ ബിക്കും ഡി സിക്കും പാരലായിരിക്കും, സമാന്തരമായിരിക്കും. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ വന്ന ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടി അല്ലെ, പാരലോഗ്രാമിന്റെ പ്രത്യേകത ആദ്യം എടുത്തെഴുതാം. നമുക്ക് എന്തൊക്കെ അറിയാം, ഒന്ന് എതിർവശങ്ങൾ അല്ലേ, എതിർവശങ്ങൾ തുല്യമായിരിക്കും, മാത്രമല്ല അവ പാരലായിരിക്കും അല്ലേ. അപ്പോൾ ആദ്യം അക്കാര്യങ്ങൾ എടുത്തെഴുതാം. നോക്കിയാൽ ഇവിടെ എതിർവശങ്ങൾ ഏതൊക്കെയാണുള്ളത് നോക്കിയാൽ, ഒന്ന് എ ഡി അല്ലേ, എ ഡി, അടുത്തത് ബി സി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, എ ഡി സീക്വൽ ടു ബി സി അല്ലേ. എ ഡി ബി സിക്ക് ഈക്വൽ ആണ്, മാത്രമല്ല പിന്നെ നമുക്ക് എന്ത് എഴുതാം, എ ഡി പാരലൽ ടു ബി സി അല്ലേ.
എ ഡിയും ബി സിയും പാരലാണ്. അല്ല, ഇതൊരു പാരലോഗ്രാം ആണ്. അതുകൊണ്ട് എതിർവശങ്ങൾ ഈക്വൽ ആയിരിക്കും. മാത്രമല്ല എതിർവശങ്ങൾ എന്തായിരിക്കും? അവ സമാന്തരമായിരിക്കും. ഇനി നമുക്ക് അടുത്ത എതിർവശങ്ങൾ നോക്കിയാൽ എ ബിയും സി ഡിയും അല്ലെ, അല്ലെങ്കിൽ ഡി സിയും. അപ്പൊ അത് നമുക്ക് എഴുതാലോ. അപ്പൊ എ ബി സീക്വൽ ടു സി ഡി അല്ലെങ്കിൽ ഡി സി അല്ലെ. അപ്പൊ ഈ വശവും ഈക്വൽ ആണ്. മാത്രമല്ല എന്തായിരിക്കും? ഇവ പാരലായിരിക്കും അല്ലെ. എ ബി പാരൽ ടു ഏതിന്? സി ഡിക്ക് പാരലായിരിക്കും. അപ്പൊ ഈ കാര്യങ്ങൾ എപ്പോഴും അങ്ങോട്ട് എഴുതി വെക്കാം. ഇനി നോക്കിയാൽ നമ്മുടെ ചോദ്യത്തിലുണ്ട് ഇതിന്റെ മിഡ് പോയിന്റ് ആണ് ഇത് അല്ലെ. അതായത് ഈ എതിർവശങ്ങളുടെ മിഡ് പോയിന്റുകളാണ് പി. അപ്പൊ അതായത് എ ഡിയുടെ മിഡ് പോയിന്റ് ആണ് പി, ബി സിയുടെ മിഡ് പോയിന്റ് ആണ് ക്യൂ അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എ പി എന്ന് പറഞ്ഞ നീളവും പി ഡി എന്ന് പറഞ്ഞ നീളം എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലെ. ഈ രണ്ട് നീളം തുല്യമായിരിക്കും അല്ലെ. ഇതിന്റെ മധ്യബിന്ദു ആവുമ്പോൾ ഈ നീളം തുല്യമായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് അടുത്ത എഴുതാം എ പി ഈക്വൽ ടു പി ഡി. അതിന്റെ കാരണം എന്താണ്? നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലെ. പി ഈസ് ദി മിഡ് പോയിന്റ്. പി ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് ഏതിന്റെ? എ ഡി. എ ഡിയുടെ മധ്യബിന്ദുവാണ് പി. അതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എഴുതാലോ ബി ക്യൂവും ക്യൂ സിയും ഈക്വൽ ആണ്. ബി ക്യൂ ഈക്വൽ ടു ക്യൂ സി അല്ലെ. അതിനെന്താ കാരണം? ക്യൂ എന്ന് പറഞ്ഞത് ബി സിയുടെ മിഡ് പോയിന്റ് ആണ്, മധ്യബിന്ദുവാണ് അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം ക്യൂ ഇതുപോലെ തന്നെ എഴുതാം. ക്യൂ ഇസ് ദി മിഡ് പോയിന്റ് ഓഫ് ഏത്? ബി സി. ബി സിയുടെ മിഡ് പോയിന്റ് ആണ്, മധ്യബിന്ദുവാണ് ക്യൂ. നമുക്കറിയാം പാരലോഗ്രാം ആകുമ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. ഇത് രണ്ടും ഈക്വൽ ആണ്. അതുപോലെ തന്നെ പാരലാണെന്ന് അറിയാം അല്ലെ. അപ്പൊ എ ബിയും ഡി സിയും പാരലാണ്. ഇനി ഈ പി ക്യൂ എന്ന് പറഞ്ഞു ലൈൻ നോക്കിയാൽ ഇവിടെ നിന്ന് തുല്യ അകലത്തിലാണിത് അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് തുല്യ അകലത്തിൽ. അതുപോലെ തന്നെ ഇവിടെ നിന്നും ഉള്ള അകലം തന്നെയാണ് ഇവിടെ നിന്നുള്ള അകലം അല്ലെ. അതായത് ഈ രണ്ട് പാരൽ ലൈനിന്റെ അതിന്റെ മധ്യത്തിലൂടെയാണ് ഈ ലൈൻ ഇങ്ങനെ കടന്നു പോകുന്നത് അല്ലെ. അപ്പൊ എന്തായിരിക്കും? അപ്പൊ ഈ പി ക്യൂ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ പാരലായിരിക്കും. എ ബിക്കും ഡി സിക്കും പാരലായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? therefore പി ക്യൂ അല്ലെ. പി ക്യൂ ഈസ് പാരലൽ ടു ഏതിനൊക്കെ പാരലായിരിക്കും? എ ബി ആൻഡ് സി ഡി. അതുകൊണ്ട് പി ക്യൂ എ ബിക്കും സി ഡിക്കും പാരലായിരിക്കും, സമാന്തരമായിരിക്കും. അപ്പൊ ഇവിടെ നോക്കി അതേ കാര്യം തന്നെ നമുക്ക് എഴുതാനുള്ളൂ അല്ലെ. വേറെ പ്രത്യേകിച്ച് ഒന്നും എഴുതാനില്ല. ഇവിടെ നോക്കിയേ എ നമുക്കൊരു പേര് കൊടുക്കാം. എ ബി സി ഡി. നമുക്ക് ഈ എഫ് എന്ന് കൊടുത്തു. ഈ രണ്ട് പോയിന്റുകൾ ഈ എഫ് എന്ന് കൊടുത്തു. നമുക്ക് എന്ത് എഴുതാം? എ ഡിയും ഇവിടെ എഴുതിയ പോലെ തന്നെ ബി സിയും തുല്യമാണ് അല്ലെ. അപ്പൊ എ ഡി ഈക്വൽ ടു ബി സി അല്ലെ. അത് മാത്രമല്ല ആൻഡ് എന്തായിരിക്കും? എ ഡിയും ബി സിയും പാരലാണ്. എ ഡി പാരലൽ ടു ബി സി അല്ലെ. അടുത്ത് നോക്കിയാൽ എ ബിയും സി ഡിയും. അപ്പോൾ എ ബി ഈക്വൽ ടു സി ഡി. അത് മാത്രമല്ല എ ബി എന്തിന് പാരലായിരിക്കും? സി ഡിക്ക് പാരലാണ്. ഇനി നോക്കിയാൽ ഇതിന്റെ മിഡ് പോയിന്റ് ആണ് ഇത് അല്ലെ. അതുപോലെ ഇതിന്റെ മിഡ് പോയിന്റ് ആണ് ഇത്. അങ്ങനെയാണെങ്കിൽ എ ഇ എന്ന് പറയുന്ന നീളവും ഇ ബി എന്ന് പറയുന്ന നീളവും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം എ ഇ ഈക്വൽ ടു ഇ ബി. എന്താണ് കാരണം? ഈ മിഡ് പോയിന്റ് ആണ് അല്ലേ ഇതിന്റെ ഇ ബിയുടെ. അപ്പൊ ഇ ഇസ് ദി നമ്മുടെ എഴുതിയ പോലെ തന്നെ എഴുതാം. ഇ ഇസ് ദി മിഡ് പോയിന്റ് അല്ലെ. ഇ ഇസ് ദി മിഡ് പോയിന്റ് ഓഫ് ഏതിന്റെ? എ ബിയുടെ മിഡ് പോയിന്റ് ആണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എഴുതാലോ ഡി എഫും അല്ലെ. ഡി എഫും ഈ എഫ് സിയും തുല്യമായിരിക്കും. അപ്പൊ ഡി എഫ് ഈക്വൽ ടു എഫ് സി അല്ലെ. അതിന് കാരണം എന്ത് എഴുതാം? എഫ് ഈസ് ദി മിഡ് പോയിന്റ് അല്ലെ. ഇതേപോലെ തന്നെ എഴുതാം ഓഫ് ഡി സിയുടെ മിഡ് പോയിന്റ് ആണ് എഫ്. അതുകൊണ്ട് അല്ലെ, അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? എഫ് ഈസ് പാരലൽ ടു ആർക്കൊക്കെ പാരലായിരിക്കും? എ ഡിക്കും ബി സിക്കും. എ ഡി ആൻഡ് ബി സി. അപ്പൊ എപ്പോഴും നോക്കിയാൽ ഈ രണ്ട് പോയിന്റുകൾ അല്ലേ. ആദ്യം നമ്മൾ ഈ പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടി എഴുതി വെക്കുക. ഫസ്റ്റ് എതിർവശങ്ങൾ ഈക്വൽ ആയിരിക്കും, അവ പാരലായിരിക്കും അല്ലേ, അത് എഴുതാം. അതിനുശേഷം നമുക്കറിയാം ഇവിടെ മിഡ് പോയിന്റ് ആണെങ്കിൽ ഈ ലെങ്ത്തും ഈക്വൽ, ഈ ലെങ്ത്തും ഈക്വൽ അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നത്തെ സ്റ്റെപ്പ് നമുക്ക് എന്ത് എഴുതാം? അവ പാരലായിരിക്കും. ഇത്രയേ ഉള്ളൂ ഇതിൽ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. ദി പിക്ചർ ഷോസ് എ പാരലോഗ്രാം ആൻഡ് ദി ലൈൻസ് ജോയിൻ ദി മിഡ് പോയിന്റ്സ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് അല്ലെ. അപ്പൊ ഇതിൽ നോക്കിയ ഒരു സമാന്തരികമുണ്ട്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എതിർവശങ്ങളുടെ മിഡ് പോയിന്റുകൾ യോജിപ്പിച്ചുകൊണ്ട് നോക്കിയാൽ അങ്ങനെ വരച്ചിട്ടുണ്ട് അല്ലെ. ചോദ്യം എന്താണ്? പ്രൂവ് ദാറ്റ് ദീസ് ലൈൻസ് ബൈസെക്ട് ഈച്ച് അതർ. അതായത് ഈ വരകൾ പരസ്പരം എന്ത് ചെയ്യും? ബൈസെക്ട് ചെയ്യും, സമഭാഗം ചെയ്യും
അല്ലേ? അതായത് ഇപ്പൊ ഈ ലൈൻ അല്ലേ, അപ്പൊ ഈ നീളവും തുല്യമായിരിക്കും, അതുപോലെ തന്നെ ഈ നീളവും തുല്യമായിരിക്കും. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം ഒരു പേര് ചെയ്യാം. ആദ്യം നമുക്കൊരു പേര് കൊടുക്കാം. ABCD എന്ന് പേര് കൊടുത്തു. ഇനി നമുക്കിതിന് PQ എന്ന് കൊടുത്തു, PQRS എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഇത് പാരലോഗ്രാം ആണ് അല്ലേ? നമ്മൾ ആദ്യം മുമ്പ് പറഞ്ഞ പോലെ തന്നെ പാരലോഗ്രാമിന്റെ പ്രത്യേകത നമുക്ക് ആദ്യം എഴുതി വെക്കാം. സൈഡുകൾ എങ്ങനെയായിരിക്കും? സൈഡുകൾ തുല്യമായിരിക്കും, മാത്രമല്ല അവ പാരലായിരിക്കും അല്ലേ? അപ്പൊ ആദ്യം നമുക്ക് അക്കാര്യം കൂടി എഴുതി വെക്കാം. അതായത് ഇവിടെ നോക്കിയാൽ ഇവിടെ AB അല്ലേ? അപ്പൊ ABയും ഏതും ഈക്വൽ ആയിരിക്കും, ABയും CDയും ഈക്വൽ ആയിരിക്കും അല്ലേ? AB = CD. ഈ രണ്ട് വശങ്ങളും ഈക്വൽ ആയിരിക്കും. അത് മാത്രമല്ല AB എന്തായിരിക്കും? പാരലൽ ടു CDക്ക് പാരലായിരിക്കും. ഇനി അതുപോലെ തന്നെ അടുത്ത വശം അല്ലെ, അടുത്ത സൈഡ് നോക്കിയ AD. അപ്പൊ AD = ഏതിന് തുല്യമായിരിക്കും? BCക്ക് തുല്യമായിരിക്കും അല്ലെ? മാത്രമല്ല AD പാരലൽ ടു BCക്ക് പാരലായിരിക്കും അല്ലെ? BCക്ക് പാരലായിരിക്കും. ഇനി ഇവിടെ നോക്കിയേ, ഈ PQ എന്ന് പറഞ്ഞത് ഈ രണ്ട് ഓപ്പോസിറ്റ് വശങ്ങളുടെ മിഡ് പോയിന്റുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന വരയാണ് അല്ലെ? അതുപോലെ തന്നെ ഈ RS എന്ന് പറയുന്നതോ ഈ ഓപ്പോസിറ്റ് സൈഡ് അല്ലെ, ADയുടെയും BCയുടെയും മിഡ് പോയിന്റുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന വരകളാണ് അല്ലെ? അത് നമുക്ക് എഴുതാം. സിൻസ് PQ അല്ലെ, PQ ആൻഡ് RS joins the midpoint midpoints of opposite sides അല്ലെ, opposite sides. അതായത് PQവും RSും അല്ലെങ്കിൽ SRും എതിർവശങ്ങളുടെ മധ്യബിന്ദുക്കളെ യോജിപ്പിക്കുന്ന വരകളായതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഈ RS എന്ന് പറഞ്ഞത് ആർക്കൊക്കെ പാരലായിരിക്കും? ABക്കും DCക്കും പാരലായിരിക്കും അല്ലേ? അത് നമുക്ക് എഴുതാം. RS ഈസ് പാരലൽ ടു ഏതിനൊക്കെ? ABക്കും CDക്കും അല്ലെ? AB ആൻഡ് CD. ഈ RS ABക്കും CDക്കും പാരലായിരിക്കും. അതുപോലെ തന്നെ PQ ഈസ് പാരലൽ ടു ഏതിനൊക്കെ പാരലായിരിക്കും? PQ ADക്കും BCക്കും പാരലായിരിക്കും. AD ആൻഡ് BC. അപ്പോൾ RS എന്ന് പറഞ്ഞത് ഇതിന് രണ്ടിനും പാരലായിരിക്കും. അതുപോലെ PQ എന്ന് പറഞ്ഞത് ADക്കും BCക്കും പാരലായിരിക്കും. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? ഈ AR എന്ന് പറഞ്ഞതും RD എന്ന് പറഞ്ഞതും തുല്യമായിരിക്കും. POയും OQയും തുല്യമായിരിക്കും. BSും SCയും തുല്യമായിരിക്കും അല്ലെ? അത് നമുക്ക് എഴുതാം. therefore നമുക്ക് എന്ത് എഴുതാം? ARും അല്ലെ, ARും RDയും തുല്യമായിരിക്കും അല്ലെ? RDയും തുല്യമായിരിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം BSും SCയും തുല്യമായിരിക്കും. മിഡ് പോയിന്റ് ആണ് അല്ലെ? BSും SCയും തുല്യമായിരിക്കും. അതേ രൂപത്തിൽ തന്നെ എന്തായിരിക്കും? POയും OQയും തുല്യമായിരിക്കും. PO = OQ. ഇനി ഇവിടെ നമുക്ക് എങ്ങനെ പറയാം? AP അല്ലെ, APയും PBയും തുല്യമായിരിക്കും. AP = PB അല്ലെ? അതുപോലെ തന്നെ DQയും QCയും തുല്യമായിരിക്കും. മിഡ് പോയിന്റ് ആണ് അല്ലെ? DQ = QC അല്ലെ? അതേ രൂപത്തിൽ തന്നെ ഏതും തുല്യമായിരിക്കും? ROയും OSും തുല്യമായിരിക്കും. RO = OS. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ ഇത് രണ്ടും ബൈസെക്ട് ചെയ്യുന്നതാണ് തെളിയിക്കേണ്ടത് അല്ലെ? അപ്പൊ അതായത് ഈ നീളവും തുല്യമായിരിക്കും, ഈ നീളവും തുല്യമായിരിക്കും അല്ലെ? അതല്ലേ നമുക്ക് കിട്ടിയത്. ഇവിടെ നോക്കിയാൽ POയും OQവും തുല്യമായിരിക്കും അല്ലെ? POയും OQവും തുല്യമായിരിക്കും. അതുപോലെ തന്നെ ROയും OSും തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? സോ PQ ആൻഡ് RS അല്ലെ, RS ബൈസെക്ട് ഈച്ച് അതർ. അതുകൊണ്ട് PQയും RSും പരസ്പരം എന്ത് ചെയ്യുന്നു? സമഭാഗം ചെയ്യുന്നു. ഇനി നമുക്കതിലൊക്കെ ഒരു സബ് ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ? എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഈ രണ്ട് ആംഗിളുകളും ഈക്വൽ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇവിടെ നോക്കിയേ, നമ്മൾ പറഞ്ഞു അല്ലെ, ഇതും പാരലാണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ നമുക്ക് ഈ രണ്ട് ആംഗിളാണ് വേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ PQവും BCയും പാരലാണല്ലോ. അപ്പൊ ആദ്യം നമുക്കത് എഴുതാം. PQ ഈസ് പാരലൽ ടു BCക്ക് പാരലാണ്. അതുപോലെ തന്നെ നോക്കിയാൽ നമുക്ക് അടുത്ത ആംഗിൾ അല്ലെ, ഈ ആംഗിൾ കിട്ടാൻ ഈ സൈഡ് എടുക്കുക. അപ്പൊ ഇതും
പാരലാണല്ലോ. ഇത് മൂന്നും പാരലാണ് നമുക്കറിയാം അല്ലേ. നമുക്ക് ആവശ്യമുള്ള നോക്കിയാൽ എ ബിയും ആർ എസും പാരലാണ് അല്ലേ. അപ്പം നമുക്ക് അത് അടുത്ത് എഴുതാം. എ ബി പാരലൽ ടു ആർ എസ്. അതായത് ഈ രണ്ട് ലൈനുകൾ പാരല്. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം എഴുതിയത് അല്ലേ. ഇനി നോക്കിയാൽ എ ബിയും ആർ എസും പാരലാണ് അല്ലേ. എ ബിയും ആർ എസും. അപ്പൊ എ ബിയും ആർ എസും ഇങ്ങനെ പോകുന്നു. അപ്പൊ നമുക്കറിയാം നോക്കിയാൽ രണ്ട് പാരൽ ലൈനുകൾ, രണ്ട് സമാന്തര വരകളെ വേറെ രണ്ട് സമാന്തര വരകൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നു അല്ലെ. അപ്പൊ ഇത് രണ്ടും സമാന്തര വരകൾ അല്ലെ. നോക്കിയാൽ ഇത് രണ്ടും സമാന്തര വരകൾ. ആ സമാന്തര വരകളെ രണ്ട് വരകൾ വേറെ രണ്ട് സമാന്തര വരകൾ കട്ട് ചെയ്യുന്നു. അപ്പൊ രണ്ട് സമാന്തര വരകൾ കട്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ. എന്താണ് കാരണം? ഈ രണ്ട് ആംഗിൾ എന്താണ്? അത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അല്ലെ. അതായത് സമാന കോണുകളാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? therefore നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ PBS ഈക്വൽ ടു ആംഗിൾ ROQ അല്ലെ. PBS എന്ന് പറഞ്ഞ ഈ ആംഗിളും ROQ എന്ന് പറഞ്ഞ ഈ ആംഗിളും തുല്യമായിരിക്കും. അതെന്ത് ആംഗിളാണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലെ. കറസ്പോണ്ടിങ് ആംഗിൾസ്, അതായത് സമാന കോണുകൾ അല്ലെ. സമാന കോണുകൾ. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.